ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മധുരമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആദ്യം നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കണം. ഞാനിവിടെ കടലപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അരിച്ച് ചേർത്താലാണ് അത് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഈ ഒരു മധുരം നമ്മൾ കടലപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് അരിച്ചെടുത്ത് കാണിക്കാം. അപ്പോൾ അറിയാൻ പറ്റും, കടലപ്പൊടി സാധാരണ ഒരു മൈദപ്പൊടിയുടെയോ അരിപ്പൊടിയുടെ പോലെ അല്ലല്ലോ, അതിനിങ്ങനെ ഒത്തിരി കട്ടകൾ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് തന്നെ നമ്മൾ അരിക്കാതെ ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിയായി വരത്തില്ല. ഇതാ കണ്ടോ, ഇപ്പം തന്നെ നമുക്ക് കണ്ടോ ചെറിയ ചെറിയ കട്ടകളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് അമർത്തി പറ്റുന്ന പോലെ ഇതിൻ്റെ പൊടിയൊക്കെ ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൗഡർ അല്ലെങ്കിൽ കടലപ്പൊടി. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 കപ്പോളം ഉള്ള പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതൊരു ഒത്തിരി വെള്ളം പോലെയൊന്നും അല്ല കുഴച്ചെടുക്കുന്നത്. സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന ഒരു കണക്കിനാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം അല്പം പാൽ ഒഴിക്കാം, പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് ചേർക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, ചേർത്താൽ നന്ന്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്കൊന്നും കൂടെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ കണക്കിന് ആ ഒരു പരുവത്തിനോട്ട് നമുക്ക് കൊണ്ടുവരണം. നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ട വന്നാൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാലിൻ്റെ നനവിൽ അത് കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നതാണ് ആ ഒരു മാവ്. അപ്പോൾ എന്താണെങ്കിലും നമുക്കൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ ആ നേരത്തെ ഒഴിച്ച 1/4 കപ്പോളമുള്ള പാലും ആ 1 ടേബിൾ സ്പൂൺ നെയ്യും മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ഷേപ്പ് ഒന്നും വേണമെന്നില്ല. നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് ഇച്ചിരി വളരെ ചെറുതായിട്ട് എടുക്കാൻ നോക്കുക. നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് ഇത് വറുത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു മിക്സിയിൽ ഇടാൻ പാകത്തിനുള്ള ഒരു വലിപ്പത്തിനുള്ളത് മാത്രം ആ ഒരു ഷേപ്പിൽ എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടൊന്ന് കയ്യിൽ ജസ്റ്റ് ഒന്ന് പീച്ച, എന്നിട്ട് നമ്മുടെ പാത്രത്തിലോട്ടൊന്ന് ഇടുക. അപ്പം ഞാൻ എല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇത്രത്തോളാണ് കേട്ടോ ആ ഒരു 2 കപ്പോളം ഉള്ള കടലപ്പൊടിയിൽ നിന്ന് നമുക്ക് ഇത്രത്തോളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് സാധാരണ നമ്മളൊരു പക്കോടൊക്കെ നമ്മൾ വറുക്കത്തില്ലേ, അതേപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും നമുക്ക് ചേർക്കേണ്ടതില്ല. അപ്പോൾ അതിനായിട്ട് വറുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് ചൂടാക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഒരു പക്കോടയുടെ ആ ഒരു മിക്സ് നമുക്കിതിനകത്ത് ഇട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഇപ്പം തന്നെ അടുക്കളയിലൊക്കെ ഒരു ബജിയുടെ ഒക്കെ ഒരു സ്മെല്ലാണ്. കാരണം ഇത് കടലമാവ് കൊണ്ടാണല്ലോ നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ വറുത്ത ഒരു പ്ലേറ്റിനകത്തോട്ട് ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അത് ഇരിക്കുന്നത്. ഉള്ളൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റും പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. നമുക്കിതൊന്ന് ചൂടാറണം. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരി ഒന്ന് ഹാർഡാവും കേട്ടോ. കണ്ടോ, നമ്മൾ നേരത്തെ ചൂടോടുകൂടെ മുറിച്ചെടുക്കുന്നത് പോലെയല്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട്, ഇത് ചെറിയതായിട്ടാണല്ലോ നമ്മളിത് വറുത്തെടുത്തത്, അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനോടെ കൂടെ അങ്ങനെ ഇടുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് മിക്സിയിൽ ഇത് ഈ ഒരു പക്കോട എടുത്ത് അതൊന്ന് കത്തി കൊണ്ട് ഒന്ന് 2ആയി മുറിച്ചിട്ടാണെങ്കിൽ ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എത്ര പൊടിച്ചെന്നാലും ഫൈൻ പൗഡറൊന്നും ആവത്തില്ല. ഇതേ ഒരു കണക്കിനാണ്, ഒരു നനഞ്ഞ കണക്കിനാണ് നമുക്ക് കിട്ടുക, തരികളോട് കൂടെ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ മധുരത്തിന് വേണ്ടിയതും, തരികളാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഞാൻ ആ ഒരു ബൗളിനകത്തോട്ട് ഈ പൊടിച്ച് വെച്ചതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ അതാ നമ്മുടെ എല്ലാ പക്കോടകളും ഇതുപോലെ ഒന്ന് ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, തരികളോട് കൂടെ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളതും. അപ്പോൾ ഇതിവിടെ നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇനി ഇത് നമ്മളൊരു പഞ്ചസാര പാനി തയ്യാറാക്കിയിട്ട് അതിനകത്തോട്ടൊന്നിട്ട് നന്നായിട്ടൊന്ന് ലഡ്ഡു പോലെ അല്ലെങ്കിൽ ഒരു പേട പോലെ ഒന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ടുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിന് മുന്നേ ഞാൻ പഞ്ചസാര പാനിക്ക് മുന്നേ തന്നെ അല്പം കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് ആവശ്യത്തിനുള്ള നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ആണോ അല്ലെങ്കിൽ എന്തൊക്കെ ഡ്രൈ നട്ട്സ് ആണോ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ വറുത്തെടുക്കുക. ഞാനിവിടെ കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയുമാണ് വറുത്തെടുക്കുന്നത്. അടുത്തത് ഞാൻ അല്പം ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒത്തിരി ആയി കഴിഞ്ഞാലും നമ്മുടെ ഒരു മിക്സ് നമുക്ക് ലഡ്ഡു പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ പേട പ്രോപ്പറായിട്ട് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പഞ്ചസാര പാനി തയ്യാറായി എന്നതിന് അർത്ഥം വരുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതായത് നന്നായിട്ട് പതഞ്ഞ് വെള്ള കളറിൽ പത വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താണെങ്കിലും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഇതാണ് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. നന്നായിട്ട് വെളുത്ത് ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഏലക്ക ഒന്ന് ചതച്ചിട്ടാണ് ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതല്ല നിങ്ങൾക്ക് അതിൻ്റെ കുരു മാത്രമാണ് പൊടിച്ചിട്ടോ ചതച്ചിട്ടോ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഞാനൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ബീട്രൂട്ടിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ. ഞാനിപ്പോൾ ഇവിടെ നിറം അതായത് ഫുഡ് കളർ ഒഴിവാക്കണു എന്ന് മാത്രമേ ഉള്ളൂ. ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. മാക്സിമം ചേർക്കാതിരിക്കുക, കാരണം അതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷമായതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പക്കോടയുടെ മിക്സ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേണമെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ഒന്ന് ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ പതുക്കെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി അങ്ങ് എടുക്കുന്നില്ല. കാരണം കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേട പോലെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി അല്ലെങ്കിൽ ഡ്രൈ നട്ട്സ് എന്താണെങ്കിലും അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ചെറു ചൂടോടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റൗണ്ടായിട്ടോ അല്ലെങ്കിൽ പേടയുടെ ഷേപ്പിലൊക്കെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ കയ്യിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ അല്പം എണ്ണയോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒക്കെ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാ ഞാൻ അങ്ങനെ റോളുകളാക്കി. അപ്പോൾ ആദ്യത്തെ ഒരു റോളാക്കിയിട്ടുണ്ട്. റോളെല്ലാം ഒരു ഉണ്ടയാക്കി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് പേടയായിട്ട് കഴിക്കാനാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ്. ഇതൊരു സാധാരണ നമ്മളൊരു എന്താ പറയുക ബൂന്തി ലഡ്ഡു ഒക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ലഡ്ഡു കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. സാധാരണ നമ്മളതൊരു അരിപ്പ പോലത്തേലൊക്കെ അരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറ്. പക്ഷെ അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു അരിപ്പ പോലത്തെ ഒരു ഓട്ടം ഉള്ള ഒരു കയ്യിൽ കൊണ്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി ബേക്കറിയിൽ നിന്നൊക്കെ ഈ പ്രിസർവേറ്റീവ്സ് ചേർത്തതൊന്നും മേടിച്ചു കൊടുക്കണ്ട. ഇതേപോലത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാം. കാരണം ഒത്തിരി മധുരമായതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതും നന്നല്ല. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇതേപോലെ ഒരു 2 കപ്പ് കടലപ്പൊടിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നെയ്യ്, ഈ പഞ്ചസാര വേണം. നെയ്യൊക്കെ തികച്ചും ഓപ്ഷണലാണ്. അതൊക്കെ വാരിക്കോരി ഒഴിക്കാതെ 1-2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മധുരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.